إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فقد قال الله تعالى وإني لغفار لمن تاب وآمن وعمل صالحا ثم اهتدى رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت إليه أنيب അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ച് ജീവിതത്തിൽ അവന്റെ വിധിവിലക്കുകൾക്ക് മുൻഗണന കൽപ്പിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി ഞാൻ എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ മുത്തഖികളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ രോഗങ്ങൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ചില ആളുകൾ ഹോസ്പിറ്റലുകളിലായിട്ടുണ്ട്. അള്ളാഹു അവർക്ക് യഥാർത്ഥ രൂപത്തിലുള്ള ശിഫ, ആജിലും മുസ്തമിറുമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അവൻ വിശാലമാക്കുമാറാകട്ടെ. ബർസഖിയായ ജീവിതം സ്വർഗീയമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, വിശുദ്ധ റമദാനിന്റെ ഏറ്റവും അവസാന ആഴ്ചയിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഒരുപാട് ദിവസങ്ങൾ കാത്തിരുന്ന് പ്രതീക്ഷിച്ച് ലഭിച്ച ഈ മാസത്തിലെ വലിയൊരു ഭാഗം നമ്മിൽ നിന്ന് കടന്നുപോയ ഈ ഘട്ടത്തിൽ ഏകദേശം 3 ആഴ്ചകളിലധികം റമദാനിലെ ദിനരാത്രങ്ങൾ നമ്മിൽ നിന്ന് കൊഴിഞ്ഞുപോയി. കഴിഞ്ഞുപോയ ആ ദിവസങ്ങളെ പറ്റിയ ഒരു അവലോകനം നാം കൃത്യമായി നടത്തേണ്ട ഒരു ഘട്ടത്തിലാണ് നാം ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വിശുദ്ധ റമദാനിലൂടെ നാം ഓരോരുത്തരും സാക്ഷാത്കരിക്കണമെന്ന് അള്ളാഹു നിഷ്കർഷിച്ചിട്ടുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്രത്തോളം അടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി ഗഹനമായി നാം ഒന്ന് ആലോചിച്ചു നോക്കുക. കഴിഞ്ഞ 3 ആഴ്ചക്കാലത്തെ പരിശീലനത്തിലൂടെ
എന്ത് റിസൾട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണല്ലോ ചിലപ്പോഴൊക്കെ ചില ഹോസ്പിറ്റലുകളിലൊക്കെ അകപ്പെട്ട ആളുകളോട് ഡോക്ടേഴ്സ് പറയാറുണ്ട്, മരുന്ന് ഫലിക്കുന്നുണ്ടോ എന്ന് അറിയില്ല, മരുന്ന് ഫലിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ നിന്നിട്ട് കാര്യം ഉണ്ടാവുള്ളൂ. ആ അർത്ഥത്തിൽ 3 ആഴ്ചക്കാലം നമ്മെ കിടത്തി ചികിത്സിച്ചിട്ട് ഏതർത്ഥത്തിലുള്ള വ്യത്യാസമാണ് നമ്മുടെ ആത്മീയ തലത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ തഖ്വയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് വിലയിരുത്തി നോക്കുക. വിശുദ്ധ റമദാനിലെ ആദ്യ ദിവസവും ഈ 23ാമത്തെ ദിവസവും തമ്മിൽ എത്രമാത്രം അന്തരം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. എത്രമാത്രം എന്റെ ഹൃദയം അല്ലാഹുവുമായിട്ട് അടുത്തിട്ടുണ്ട്. എത്രമാത്രം എന്റെ ഹൃദയത്തിന് വിശുദ്ധ ഖുർആനുമായി ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അടുത്തറിയാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എത്രമാത്രം ഇബാദത്തുകളുടെ അനുഭൂതി, അതിന്റെ മാധുര്യം അനുഭവിക്കാൻ, നുകരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഏതർത്ഥത്തിൽ എനിക്ക് എന്റെ ഈമാനിന്റെ അളവിൽ, തഖ്വയുടെ അളവിൽ വല്ല മാറ്റവും ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെയും വെറുതെ ഖുതുബയിൽ പറയുന്ന ചില വർത്തമാനങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ആത്മാർത്ഥമായി നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. എന്ത് മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത്? ആ അർത്ഥത്തിലൊരു മാറ്റം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? എന്റെ സംസാരത്തിലാകട്ടെ, നോട്ടത്തിലാകട്ടെ, ചിന്താമണ്ഡലങ്ങളിലാകട്ടെ, അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്തിലാകട്ടെ, വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധത്തിലാകട്ടെ, ഇവിടെ മേഖലകളിലെല്ലാം എനിക്കൊരു മാറ്റം അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങേയറ്റം അപകടകരമായ രൂപത്തിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം സാക്ഷാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും ആദ്യത്തെ 20 ദിവസവും അവസാനത്തെ 10 ദിവസവും ഒരുപോലെ ആയിരുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ 10ലേക്കാകുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന റുട്ടീനിലൊക്കെ വലിയ മാറ്റം വരുമായിരുന്നു എന്ന് സഹാബാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ വളരെ കൃത്യമായ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഷെഡ്യൂളുകളിലാണെങ്കിലും നമ്മുടെ മറ്റിതര ജോലികളിലാണെങ്കിലും കൃത്യമായൊരു മാറ്റം നമുക്ക് അനുഭവിക്കാൻ കഴിയണം, നമ്മൾ വരുത്തണം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അങ്ങനെ സ്വയം മാറാനുള്ളൊരു ആഗ്രഹവും പരിശ്രമവും ശ്രമവും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ എന്റെ ഈ തിരക്കുകളെല്ലാം സ്വയം മാറി ഇനി നീ റമദാൻ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കോളൂ എന്ന് പറയുന്ന ഒരു അവസരം കാത്തു നിൽക്കുകയാണെങ്കിൽ അതൊരു ദിവാസ്വപ്നമായി, ഒരിക്കലും നടക്കാത്ത കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഈ തിരക്കുകളെല്ലാം ഒഴിയുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് അത് നമ്മുടെ മരണത്തിന്റെ ദിവസം മാത്രമാണ്. എത്ര കാലം ജീവിക്കുന്ന ആളുടെ അടുക്കിലേക്ക് പോയി കഴിഞ്ഞാലും ആ അവസാനത്തെ ദിവസത്തിലും ചിലപ്പോ നല്ല തിരക്കുള്ള, എനിക്ക് തിരക്കുണ്ട്, സമയമില്ല എന്ന് പറയുന്നവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ തിരക്കുകളെല്ലാം ഒഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിന് വേണ്ടി എനിക്ക് സമയം മാറ്റിവെക്കാൻ കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. അത് പിശാച് നമ്മളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചിന്തയാണ്. റമദാൻ മാസമാകുമ്പോൾ പിശാചുക്കളൊക്കെയും ബന്ധിക്കപ്പെടുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും കഴിഞ്ഞ 11 മാസക്കാലം നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശീലനത്തിന്റെ ചില പ്രതിനിധികൾ, അതിന്റെ ചില അടയാളങ്ങൾ ഈ മാസത്തിലും നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ 11 മാസക്കാലം പിശാച് നമുക്ക് തന്നിരിക്കുന്ന ഒരു പരിശീലനം, ഒരു ട്രെയിനിങ് ഉണ്ട്. നന്മകളുടെ അടുക്കലേക്ക് എത്തുമ്പോൾ അത് പിന്തിപ്പിക്കാനുള്ള ഒരു ട്രെയിനിങ്, പരിശീലനം. ഏത് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴും അത് പിന്നീടാകാമെന്നൊരു ചിന്ത, അത് തന്നെയാണ് റമദാനിലേക്ക് വന്നപ്പോഴും സത്യത്തിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ന നന്മകൾ ചെയ്യണം, ഇബാദത്തുകൾ ചെയ്യണം, ഖുർആൻ പഠിക്കണം, ഖുർആൻ അറിയണം, ഖുർആൻ പാരായണം ചെയ്യണം, അള്ളാഹുവുമായിട്ട് ആ അർത്ഥത്തിലൊരു ഖുർബ്, ഒരു സാമീപ്യം സിദ്ധിക്കാൻ സാധിക്കണം, ഇബാദത്തുകളുടെ മാധുര്യം അനുഭവിക്കാൻ കഴിയണം. ഇങ്ങനെ ഒരുപാട് നിയത്തുകൾ ചിലപ്പോൾ മനസ്സിലുണ്ടായിട്ടുണ്ടാവും. പക്ഷെ ദിവസങ്ങൾ കഴിയുമ്പോൾ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ എന്ന് നമ്മളെ ചിന്ത, നമ്മുടെ സബ് കോൺഷ്യസിൽ അങ്ങനെ ഒരു ചിന്ത വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും ദിവസങ്ങളുണ്ട്, കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന ചിന്ത. പക്ഷെ അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ പിന്നീട് അതൊരു നിരാശയായിട്ട് പരിണമിക്കും. ഇനി എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം, എല്ലാം കഴിയാറായല്ലോ, ഇനിയിപ്പോ ഇതിങ്ങനെ പോകട്ടെ എന്നായിരിക്കും ഇനി നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ നിരാശരാകാതെ കഴിഞ്ഞതെല്ലാം തിരികെ പിടിക്കാനുള്ള, നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ പിടിക്കാനുള്ള, തിരികെ എടുക്കാനുള്ള അവസരങ്ങളാണ് ഇനി നമ്മുടെ മുന്നിൽ ബാക്കി നിൽക്കുന്നത് എന്ന ഓർമ്മയോടുകൂടി, ബോധത്തോടുകൂടി മുന്നേറേണ്ടുന്ന സമയമാണ് നമ്മുടെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന് വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. സാബിഖു, സാരിഖു എന്നൊക്കെ അല്ലാഹു പറയുന്നത് അതുകൊണ്ടാണ്. ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. ഈ റമദാൻ അവസാനിക്കുമ്പോ നമുക്ക് നിരാശയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ,
നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോഴും ഈ രൂപത്തിലൊരു നിരാശയാണ് നമുക്കുള്ളതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യണമെന്നും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നാളെയാകാമെന്ന് കരുതി അവസാനം നമ്മൾ ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ ആ മനസ്സിലുണ്ടാകുന്ന ഒരു തേങ്ങൽ, അത് റമദാനിൽ വിട പറയുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു മനോഭാവമാണെങ്കിൽ നമ്മളൊക്കെ ഭയപ്പെടേണ്ടതുണ്ട്. റമദാൻ തീരുമ്പോ നമുക്ക് സ്വസ്ഥതയും സമാധാനവും വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന ഒരു മനസ്സുഖവുമാണ് അനുഭവപ്പെടുന്നതെങ്കിൽ നമുക്കേറെ സന്തോഷിക്കാം. എന്നാൽ അങ്ങനെയല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അത് തന്നെ സംഭവിച്ചു പോകുമോ എന്ന് നമ്മൾ ഭയപ്പെടുക. തിരക്കുകളെല്ലാം കഴിയാൻ കാത്തിരുന്നു, അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരാൻ കാത്തിരുന്നു, ഇനിയും കുറച്ചുകൂടി അവസരങ്ങൾ വരട്ടെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ഒരു സമയം വരുന്നതിന് മുമ്പേ ചിലപ്പോൾ നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമയത്തെ വളരെ കൃത്യമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. എത്ര കുറവാണെങ്കിൽ നമുക്കൊക്കെ വളരെ പരിചിതനായ ഒരു സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കാത്ത ഒരാളുണ്ടാവില്ല. കാരണം അത്രമാത്രം ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. സഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാചകന്റെ ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുള്ളത്, റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. 1300 പരം ഹദീസുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹം പഠിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സത്യത്തിൽ ഏറ്റവും പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ച ഒരു സഹാബിയായിരുന്നു. ഹിജറ 7-ാം വർഷമോ അതിനുശേഷമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടിച്ചു 3-4 വർഷക്കാലം മാത്രമേ അദ്ദേഹത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അദ്ദേഹം ബദറിൽ പങ്കെടുത്തിട്ടില്ല, അദ്ദേഹം ഉഹുദിൽ പങ്കെടുത്തിട്ടില്ല, അദ്ദേഹം ഖന്തക്കിൽ അവരുടെ കൂടെയില്ല. ഖൈബറിന്റെ സമയത്താണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, ഇനി ഞാൻ എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം എന്ന് ആലോചിക്കുന്നതിന് പകരം അദ്ദേഹം ആലോചിച്ചത് മറ്റൊരു തരത്തിലായിരുന്നു. എനിക്ക് ഒരാൾക്കും നഷ്ടപ്പെട്ടില്ലാത്ത അത്രയും എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് എനിക്കാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് നഷ്ടപ്പെടുത്താൻ ഒന്നുമില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും ഒരു നിമിഷം പോലും ഞാൻ പാഴാക്കുകയില്ല എന്ന് ദൃഢനിശ്ചയമെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ശിഷ്ടകാലം അദ്ദേഹം കഴിച്ചുകൂട്ടാണ്. ഒരു നിമിഷം പോലും പ്രവാചകന്റെ അടുക്കൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുന്നില്ല. അദ്ദേഹം താമസിക്കുന്നത് മദീനയിലെ പള്ളിയിലാണ്. അദ്ദേഹം എവിടെയും പോവുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ പോകുമ്പോഴും കൂടെ അദ്ദേഹം യാത്ര ചെയ്യും. അങ്ങനെ പ്രവാചകന്റെ കൂട്ടത്തിൽ ജീവിക്കാൻ അദ്ദേഹം തയ്യാറായപ്പോൾ സഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്ത, ഇന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയും നമുക്ക് പഠിപ്പിച്ച് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകനായി നമ്മുടെ കൂട്ടത്തിൽ അദ്ദേഹം ജീവിക്കുകയാണ്. എത്രത്തോളം എന്നാൽ പ്രവാചകന്റെ ആ നിശബ്ദതയെ പോലും അദ്ദേഹം നോക്കുമായിരുന്നു. പ്രവാചകൻ ചില സമയങ്ങളിൽ അനങ്ങാതിരിക്കുമ്പോൾ അദ്ദേഹം അത് ശ്രദ്ധിക്കുകയും എന്തുകൊണ്ടാണ് ഇപ്പൊ അനങ്ങാതിരുന്നത് ചോദിക്കും. അത്രമാത്രം റസൂലിന്റെ ജീവിതത്തെ ഒപ്പിയെടുക്കുന്ന ഒരു ജീവിതം അദ്ദേഹം കാഴ്ചവെച്ചു. ഈ രൂപത്തിൽ അവസാനിക്കാനാകുമ്പോൾ, അവസരങ്ങൾ കഴിയാറാകുമ്പോൾ നിരാശരാകുന്നതിന് പകരം നഷ്ടപ്പെട്ടതെല്ലാം തിരികെ എടുക്കാനുള്ള ഒരു മുന്നേറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകേണ്ടത്. അവസാനത്തെ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും വലിയൊരു അവസരമാണ് ഈ 10 ദിവസങ്ങൾ. നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരാൾ പറയാണ്, ഈ 10 ടിക്കറ്റുകൾ ഇതിൽ ഒന്നില് 2 കോടി രൂപ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയാണെന്ന് കരുതുക. ലോട്ടറി ഹറാമാണെന്നുള്ള മറ്റൊരു കാര്യം ഉദാഹരണത്തിന് വേണ്ടി പറയാണ്. ഈ 10 ടിക്കറ്റുകൾ ഇവിടെ ഉണ്ട്, ഇതിൽ ഒന്നില് 2 കോടി ഉറപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ അത് മുഴുവനൊന്നും എടുക്കാൻ എന്നെ കൊണ്ട് വയ്യ, ആലോചിച്ചിട്ട് ഒരു സാധ്യതയുള്ള 2-3 ഞാൻ എടുക്കാം എന്ന് പറയുകയാണെങ്കിൽ അത് എത്ര വലിയ ബുദ്ധിമോശമാണ് അയാൾ ചെയ്യുന്നത് എന്ന് നമ്മൾ പറയും. വലിയൊരു തീരെ ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ അങ്ങനെ ചെയ്യുള്ളൂ. കുറച്ചെങ്കിലും ബുദ്ധിയും വിവേകമുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ 10 ടിക്കറ്റുകൾ എടുക്കും. കാരണം അത്രമാത്രമേ വില വരുള്ളൂ. 50-100 രൂപ കൊടുത്ത് അത് 10 വാങ്ങുകയാണെങ്കിൽ 2 കോടി രൂപ എനിക്ക് നിർബന്ധം എന്തായാലും കിട്ടും. പിന്നെ അതിലെന്താണ് നഷ്ടമുള്ളത്? ഈ രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് ഒരു 10 ദിവസങ്ങൾ അള്ളാഹു നൽകിയിരിക്കുകയാണ്. ഈ 10 ദിവസത്തെയും കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ലൈലത്തുൽ ഖദ്ർ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നിട്ട് നമ്മൾ 27 ആകാനും 25 ആകാനും 29 ആകാനൊക്കെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈമാനിന്റെ ബലഹീനതയാണ് നമ്മൾ മനസ്സിലാക്കുക. പരലോകത്തിലുള്ള വിശ്വാസത്തിന്റെ യഖീനിന്റെ കുറവാണ് നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ ദൗർബല്യമാണെന്ന് മനസ്സിലാക്കുക. ഈ ലോകത്തിന് നമ്മൾ നൽകുന്ന സ്ഥാനത്തിന്റെ 10-1 പോലും പരലോക ജീവിതത്തിന് നമ്മൾ നൽകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്ര വലിയൊരു അവസരം ലഭിക്കുമ്പോൾ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠകരമായ ഒരു ദിവസമുള്ള 10 ദിവസം നമ്മുടെ മുന്നിൽ വന്നിട്ട് പോലും അത് 27-ലോ 29-ലോ ഒറ്റയിലോ ഞാൻ നോക്കാം എന്ന് കരുതി മാറി നിൽക്കാൻ, ജീവിതത്തിലെ റുട്ടീനിൽ ഒരു മാറ്റം വരുത്താൻ ഞാൻ തയ്യാറല്ല എന്ന ഒരു നിർബന്ധ ബുദ്ധിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് പരലോക
ലോകത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ കുറവായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ അവസരത്തെ വളരെ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഈ 10 ദിവസത്തിന്റെ പ്രത്യേകത അതിൽ ലൈലത്തുൽ ഖദർ ഉണ്ട് എന്നുള്ളതാണ്. ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ 83 വർഷക്കാലം നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് തുല്യമായ പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിവസം നമ്മുടെ മുന്നിലേക്കുണ്ട്, നമ്മുടെ മുന്നിൽ വരാനിരിക്കാണ്. അത് ഇന്നാകാം, നാളെയാകാം, ഏത് ദിവസവും ആകാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി നമ്മൾ ഒരുങ്ങണം. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഇന്ന ദിവസം ലൈലത്തുൽ ഖദർ ആണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മാ അഖൂലു ഫീഹ, ഞാൻ എന്താണ് അതിൽ ചെയ്യേണ്ടത്, എന്താണ് അതിൽ പറയേണ്ടത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഏറെ കൗതുകത്തോടു കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ കൊടുക്കുന്ന മറുപടി, ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, നീ പറയേണ്ടത് അല്ലാഹുവേ, നീ ഏറെ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, നീ ഏറെ പൊറുക്കുന്നവനാണ്, നീ ഏറെ പുറത്തു നൽകുന്നവനാണ്, പാപമോചനം നൽകുന്നവനാണ്, അത് ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നി, അതുകൊണ്ട് നീ എന്നോട് വിട്ടുവീഴ്ച ചെയ്യണം. അതുകൊണ്ട് അല്ലാഹുവേ, നീ എനിക്ക് വിട്ടു നൽകണം. അല്ലാഹുവേ, നീ എന്നോട് വിട്ടുവീഴ്ച മനോഭാവം നീ എന്നോട് കാണിക്കണം. ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ അഫ്വ് ആണ്. അള്ളാഹുവിന്റെ അഫ്വ് നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ വിട്ടുവീഴ്ച ലഭിച്ച, അള്ളാഹുവിന്റെ കരുണയുടെ നോട്ടം ലഭിച്ച അടിമകളുടെ കൂട്ടത്തിൽ ഒരു അടിമയായിട്ട് മാറാൻ എനിക്ക് സാധിക്കണം എന്നതാണ് ഈ റമദാനിന്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊരു ലക്ഷ്യമായിട്ട് നമ്മൾ കാണേണ്ടത്. മറ്റൊന്നുമല്ല, അത് നേടിക്കഴിഞ്ഞാൽ ആ റമദാൻ നമുക്ക് ലഭിച്ചു, ആ റമദാൻ നമ്മൾ വിജയിച്ചു. ആ അഫ്വ് ലഭിക്കാനാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത്. അഫ്വ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബി ഭാഷയിൽ മായ്ച്ചു കളയുക എന്നാണ് അർത്ഥം. മഗ്ഫിറത്തും അഫ്വും തമ്മിൽ ഭാഷാപരമായിട്ട് വ്യത്യാസമുണ്ട്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂടി വെക്കുക, മറച്ചു വെക്കുക എന്നുള്ളതാണെങ്കിൽ, അഫ്വ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് അതിന്റെ ഒരു അടയാളം പോലും അവശേഷിക്കാത്ത രൂപത്തിൽ തുടച്ച് മാറ്റിക്കളയുക എന്നുള്ളതാണ്. ഒരാൾക്ക് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിച്ചു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അവരുടെ കർമ്മപുസ്തകത്തിൽ അത് അങ്ങനെ തന്നെ രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ടാകും, അത് അവിടുന്ന് മായ്ച്ചു കളയുകയില്ല. പക്ഷെ അതിന് അള്ളാഹു ഹിസാബ് ചെയ്യൂല, അതിന് അള്ളാഹു ചോദ്യം ചെയ്യില്ല എന്നുള്ളതാണ്. എന്നാൽ അഫ്വു ലഭിച്ചു കഴിഞ്ഞാൽ ആ കർമ്മ പുസ്തകത്തിൽ നിന്ന് അള്ളാഹു അത് പൂർണ്ണമായി തുടച്ചു മാറ്റും. പിന്നെ മലക്കുകൾക്ക് അതിനെപ്പറ്റി അറിയൂല, ഇയാളുടെ ശരീരത്തിലെ അവയവങ്ങളും അതിനെപ്പറ്റി മറന്നുപോകും എന്നുള്ളതാണ്. അയാൾക്കെതിൽ സാക്ഷി പറയാൻ അവയവങ്ങൾക്ക് സാധിക്കുകയില്ല, മലക്കുകൾക്ക് കഴിയുകയില്ല, ആ കർമ്മ പുസ്തകത്തിലും അത് കാണാൻ കഴിയുകയില്ല. അങ്ങനെ ജീവിതത്തിൽ ഒരു അടയാളം പോലും ബാക്കിയാക്കാത്ത രൂപത്തിൽ പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമ്പോഴാണ് സത്യത്തിൽ ഈ റമദാൻ നമുക്ക് വിജയിച്ചതായിട്ട് മാറുക. റമദാൻ വിജയിച്ചതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോഴാണ്. അള്ളാഹുവിന്റെ അഫ്വു നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ഇല്ലേന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പോരായ്മകൾ, തെറ്റുകൾ, കുറവുകൾ, അതിൽ നിന്ന് തിന്മകൾ, അതിൽ നിന്ന് ഒരു അടയാളം പോലും ജീവിതത്തിൽ അവശേഷിപ്പിക്കാത്ത തരത്തിൽ അതിൽ നിന്ന് കരകയറാൻ, ജീവിതത്തിൽ അത് തുടച്ചു നീക്കിക്കളയാൻ, ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളയാൻ നമുക്ക് കഴിയണം. അതല്ലാതെ റമദാന് കഴിയട്ടെ, കഴിയുന്നതോടുകൂടി പഴയ ജീവിതത്തിലേക്ക് തിരികെ പോകണം എന്ന ഒരു മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അതിനർത്ഥം നമുക്ക് അള്ളാഹുവിന്റെ ആ അഫ്വ് ഇപ്പോഴും ലഭിച്ചിട്ടില്ല, ആ തൗബ ഇപ്പോഴും നമ്മളിൽ പൂർണ്ണമായിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ തൗബക്ക് നമ്മൾ അർഹരായിട്ട് മാറേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ 2 കൺസെപ്റ്റുകൾ നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട്. ഒന്ന് തൗബയാണ്, മറ്റൊന്ന് ഇസ്തിഗ്ഫാറാണ്. പ്രവാചകന്മാർ പലപ്പോഴും അവരുടെ സമൂഹത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുലേക്ക് ഇസ്തിഗ്ഫാർ നടത്തുക, പാപമോചനം നടത്തുക, അതുപോലെ തന്നെ തൗബ ചെയ്യുക. എന്താണ് ഇവ രണ്ടും നമ്മുടെ വ്യത്യാസം? സൂറത്ത് ഹൂദിലെ ആദ്യത്തെ വചനത്തിൽ അലിഫ് ലാം റ കിതാബുൻ ഫുസ്സിലത് ആയാതുഹു മിൻ ലദുൻ ഹക്കീമിൻ ഖബീർ എന്ന് പറഞ്ഞ് എന്താണ് വിശുദ്ധ ഖുർആൻ എന്ന് വിവരിച്ചതിന് ശേഷം ആ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാനപരമായ 2 കൽപ്പനകൾ, അതല്ലെങ്കിൽ ഖുർആൻ നമ്മളിൽ പൂർത്തീകരിക്കണം എന്ന് ഖുർആൻ ലക്ഷ്യമാക്കുന്ന ആ 2 ലക്ഷ്യങ്ങൾ, ഖുർആനിലൂടെ നാം നേടിയെടുക്കേണ്ട ആ 2 ലക്ഷ്യങ്ങളെ അള്ളാഹു സൂറ ഹൂദിന്റെ തുടർന്നുള്ള ആയത്തുകളിൽ പറയാണ്. അതിൽ ഒന്നാമത്തെ ലക്ഷ്യമായി വിശുദ്ധ ഖുർആനിലൂടെ നാം നേടിയെടുക്കേണ്ട ഒന്നാമത്തെ ലക്ഷ്യമായി പറഞ്ഞിരിക്കുന്നത് അല്ലാ തഅബുദു ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്, അള്ളാഹുവിനല്ലാതെ നിങ്ങൾ അടിമത്തം കൽപ്പിക്കരുത്, അള്ളാഹുവിന്റെ മുന്നിലല്ലാതെ നിങ്ങൾ വിധേയപ്പെടരുത്, അങ്ങനെ അള്ളാഹുവിന്റെ മുന്നിൽ മാത്രം നിങ്ങൾ ആരാധനകൾ അർപ്പിക്കുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യമെങ്കിൽ, രണ്ടാമത്തെ ഖുർആൻ പറയുന്നത് അനിസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടുക, അങ്ങനെ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക. ഇസ്തിഗ്ഫാറും തൗബയും അവിടെ കടന്നു വരുന്നതായിട്ട് കാണാൻ കഴിയും. ഹൂദ് നബിയുടെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ആദ് സമൂഹത്തോട് പറയുന്നുണ്ട്, യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ഒന്നാമതായി അദ്ദേഹം സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ മാത്രം ഇബാദത്ത് അനുഷ്ഠിക്കുക, അള്ളാഹുവിന് മാത്രം ആരാധനകൾ അർപ്പിക്കുന്നവരായിട്ട് നിങ്ങൾ മാറുക. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു, വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, എന്റെ സമൂഹമേ നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം
പാപമോചനം തേടുക. അങ്ങനെ അള്ളാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങുക. സാലിഹ് നബി അലൈഹി ഇസ്ലാം സമൂഹത്തോട് പറയുന്നുണ്ട്, യാ ഖൗമി അബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹ് നിങ്ങൾക്കില്ല, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുക. ശേഷം അദ്ദേഹം പറഞ്ഞു, ഫസ്തഗ്ഫിറൂഹു സുമ്മ തൂബൂ ഇലൈഹി, അള്ളാഹുവിനോട് നിങ്ങൾ പാപമോചനം തേടുക, അങ്ങനെ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക. ശുഐബ് നബി പറയുന്നുണ്ട്, വസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി ഇന്ന റബ്ബി റഹീമുൻ വദൂദ്, ഓ സമൂഹമേ നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടുക, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക. എന്റെ റബ്ബ് റഹീമാണ്, കരുണയുള്ളവനാണ്, വദൂദാണ്, അനുകമ്പയുള്ളവനാണ്, അതുകൊണ്ട് ആ റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങുക. ഇങ്ങനെ പ്രവാചകന്മാരൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ് ഈ ഇസ്തിഗ്ഫാറും തൗബയും തമ്മിലുള്ള വ്യത്യാസം. മുഫസ്സിരിങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്, ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൽ ഒരു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആത്മാർത്ഥമായ ഖേദം, ആ ഖേദപ്രകടനം നാവിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുകയും അള്ളാഹുവിനോട് ആ തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ട് അത് പുറത്തു നൽകാൻ താഴ്മയോടുകൂടി അപേക്ഷിക്കുകയും ചെയ്യുന്ന ആ അപേക്ഷക്കാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുക. അത് ചില വാക്കുകളാണ്, ഹൃദയത്തിൽ നിന്ന് വരുന്ന ചില വാക്കുകളാണ്. എന്നാൽ തൗബ എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ അതിനെ തുടർന്നുണ്ടാകുന്ന ചില നിലപാടിലെ മാറ്റങ്ങളാണ്. തൗബ അത് ചില പ്രവർത്തനങ്ങളാണ്. അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി പാപമോചനം തേടിക്കഴിഞ്ഞാൽ, അത് സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആളുകളിൽ പ്രകടമാകുന്ന ഒരു ജീവിതത്തിലുള്ള ചില മാറ്റങ്ങളുണ്ട്. അതുപോലെ തെറ്റ് ചെയ്ത ആളുകൾ അതിനു പകരം നന്മകളിൽ മുന്നേറുന്ന ഒരു കാഴ്ച. അങ്ങനെ നന്മകളിൽ മുന്നേറുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറുമ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, അടിമുടി മാറ്റം ഉണ്ടാകുമ്പോൾ അവിടെയാണ് തൗബ നമ്മൾ മനസ്സിലാക്കുക. അതാണ് യഥാർത്ഥത്തിൽ തൗബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് സൂറത്തുൽ ഫുർഖാനിൽ 68, 69 വചനങ്ങളിൽ വളരെ ഗുരുതരമായ 3 പാപങ്ങൾ അള്ളാഹു പറയാണ്. അതിലൊന്ന് അള്ളാഹുവിനോട് ശിർക്ക് ചെയ്യലാണ്, മറ്റൊന്ന് മറ്റൊരു ജീവൻ അന്യായമായി അപഹരിക്കലാണ്, മൂന്നാമത്തേത് വ്യഭിചരിക്കലാണ്. ഈ 3 ഗുരുതരമായ പാപങ്ങൾ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയാണ്, യുദാഅഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമ വയഖ്ലുദു ഫീഹി മുഹാന, ഖിയാമത്ത് നാളിൽ ഇരട്ടിയായി അള്ളാഹു അവരെ ശിക്ഷിച്ചുകൊണ്ടിരിക്കും. ഇല്ലാമൻ താബ വ ആമന വ അമില സാലിഹാ, തൗബ ചെയ്തവരൊഴികെ, വീണ്ടും വിശ്വസിക്കാൻ തയ്യാറായവരൊഴികെ, വ അമില സാലിഹൻ അതിന് പകരം നന്മകൾ ചെയ്യാൻ തയ്യാറായവരൊഴികെ. അപ്പൊ നമ്മൾ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ഖേദം പ്രകടിപ്പിച്ച് അതിൽ നിന്ന് മാറി നിന്ന് ശേഷം അതിന് പകരം നമുക്ക് നന്മകൾ ചെയ്യാൻ കഴിയണം. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ തിന്മകൾക്ക് പകരം അള്ളാഹു നന്മകളാക്കിയത് മാറ്റി മറിച്ചു കൊടുക്കുമെന്ന് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്യണം. കാരണം അവർ ചെയ്തുകൊണ്ടിരുന്ന തിന്മകൾക്ക് പകരം ആ ഇടങ്ങളിലെല്ലാം അവർ നന്മകൾ കൊണ്ടുവച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ തിന്മകളെല്ലാം അള്ളാഹു നന്മകളാക്കി മാറ്റിക്കൊടുത്തു. ഈ വളരെ ഗുരുതരമായ 3 പാപങ്ങളെ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൗബ പരിപൂർണമാകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാഹ് ആകുമ്പോഴാണ്. ഖുർആൻ പറയുന്നുണ്ട്, ഇല്ലല്ലദീന താബൂ വ അസ്ലഹു വ ബയ്യനു ഫമൻ താബ മിൻ ബഅദി ദുൽമിഹി വ അസ്ലഹ ഫഇന്നല്ലാഹ യതൂബു അലൈഹി. നിരവധി ഇടങ്ങളിൽ പറയാണ്, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുകയും ജീവിതത്തിൽ ഇസ്ലാഹ് കൊണ്ടുവരികയും ചെയ്യുന്ന ആളുകൾ അവർക്കാണ് അള്ളാഹുവിന്റെ പാപമോചനം ലഭിക്കുക. എന്താണ് ഇസ്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അസ്ലഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേടായ, പ്രശ്നമായ, തകർന്നുപോയ ഒരു വസ്തുവെ നേരെയാക്കുന്നതിനാണ് അസ്ലഹ എന്ന അറബിയിൽ പറയാം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ പോരായ്മകളെ, കുറവുകളെ, പ്രശ്നങ്ങളെ പരിഹരിച്ച് നന്നാക്കി അങ്ങനെ ജീവിതത്തിൽ ഇസ്ലാഹ് കൊണ്ടുവരാൻ പ്രയത്നിക്കുന്ന ആളുകളാണ് സത്യത്തിൽ തൗബ ചെയ്യുന്ന ആളുകൾ. അവരാണ് തൗബയുടെ ഏറ്റവും ഉന്നതമായ നിലവാരത്തിലേക്ക് ഉയർന്ന ആളുകൾ. അങ്ങനെയുള്ള തൗബയാണ് പരിപൂർണമായ തൗബ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് തൗബ ചെയ്യാൻ കഴിയണം. അങ്ങനെ തൗബ ചെയ്ത ആളുകളാണ് യഥാർത്ഥത്തിൽ സഹാബാക്കൾ എന്ന് പറയുന്നത്. അവരുടെ ജീവിതത്തിന്റെ 2 മുഖങ്ങൾ നമ്മൾ കണ്ടു നോക്കൂ. ഉമർ റളിയല്ലാഹു അൻഹു ആകട്ടെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആകട്ടെ, ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ ഒരു മുഖം നമ്മൾ ആലോചിച്ച് നോക്കൂ. എന്തും ചെയ്യാൻ മടിക്കാത്ത, ആരെയും കൊല്ലാൻ മടിക്കാത്ത, ഏത് രൂപത്തിലുള്ള വാക്കുകളും പ്രയോഗിക്കാൻ മടിക്കാത്ത ഒരു മനുഷ്യൻ. എന്നാൽ ഇസ്ലാമിലേക്ക് വന്നതോടുകൂടി അദ്ദേഹം ഇസ്തിഗ്ഫാർ ചെയ്തു, അദ്ദേഹം തൗബ ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ മാറ്റം എന്താണ്? 30 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഭരണാധികാരിയായിരിക്കെ ഒരു വ്യക്തി വന്ന്, ഒരു ജാഹിലായ ഒരു വ്യക്തി വന്ന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താണ്, അങ്ങ് അനീതി ചെയ്യുന്ന ആളാണ്, അങ്ങ് ഭരണം കൃത്യമായി നിർവഹിക്കാത്ത ആളാണ്, ആളുകൾക്കിടയിൽ വിവേചനം കാണിക്കുന്ന ആളാണ് എന്നൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി പറയാണ്. നമുക്കറിയാം ഉമർ റളിയല്ലാഹു അൻഹു എത്രമാത്രം നീതിമാനായ ഭരണാധികാരിയായിരുന്നു നമുക്കറിയാം. സ്വന്തം ചുമലിൽ ഗോതമ്പ് ചാക്ക് ചുമന്നുകൊണ്ടാണ് അതിന് അർഹരായ ആളുകൾക്ക് അദ്ദേഹം എത്തിച്ചിരുന്നത്. അങ്ങനെയുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അറിയാതെ കോപം വന്നു, അദ്ദേഹത്തിന്റെ മുഖം ചുവന്നു തൊടുത്തു. അപ്പൊ തൊട്ടടുത്തുണ്ടായിരുന്ന ചില ഉപദേശകർ അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കാൻ അതിനുവേണ്ടി ആളുകളെ ഉമർ റളിയല്ലാഹു അൻഹു നിയമിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു ഖുർആൻ വചനം
പാരായണം ചെയ്തു. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅ്രിദ് അനിൽ ജാഹിലീൻ. അങ്ങ് അഫ്വ് മുറുകെ പിടിക്കുക, അങ്ങ് വിട്ടുവീഴ്ചയെ മുറുകെ പിടിക്കുക. വഅ്മുർ ബിൽ ഉർഫി നന്മ കൽപ്പിക്കുക. വഅഅ്രിദ് അനിൽ ജാഹിലീൻ അറിവില്ലാത്ത ജാഹിലീങ്ങളായ പാമരായ ആളുകളെ അവഗണിക്കുക, അവർ പറയുന്ന വാക്കുകൾക്ക് പിന്നാലെ പോവാതിരിക്കുക. ഇത് കേട്ടപ്പോൾ അദ്ദേഹം കരയാൻ തുടങ്ങിയെന്ന് കാണാൻ കഴിയും. ഖുർആൻ വചനം കേട്ടതോടുകൂടി ഉമർ റളിയല്ലാഹു അൻഹു കരയാണ്. ഈ രൂപത്തിൽ ഹൃദയം ഇത്രമാത്രം ലോല ഹൃദയനായി ഉമർ റളിയല്ലാഹു അൻഹുവിനെ മാറ്റിയത് എന്താണ്? അദ്ദേഹത്തിന്റെ തൗബയാണ്. ഒരു കാലത്ത് മുശ്രിക്കായി ജീവിച്ചിരുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരൊറ്റ നമസ്കാരത്തിൽ വിശുദ്ധ ഖുർആൻ പരിപൂർണമായിട്ട് പാരായണം ചെയ്യുന്ന വലിയ ഉന്നതനായ സഹാബിയായിട്ട് മാറിയത് എങ്ങനെയാണ്? അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ആളായിട്ട് മാറുന്നത് എങ്ങനെയാണ്? അത് ഈ തൗബയിലൂടെയാണ്. ഇങ്ങനെ കൃത്യമായ ഒരു ട്രാൻസ്ഫോർമേഷനാണ് സത്യത്തിൽ തൗബ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ റമദാനിലൂടെ അള്ളാഹുവിന്റെ അഫ്വ് നമ്മൾ നേടിയെടുത്താൽ, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തി നമ്മൾ തൗബ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ നിഖില സകല മേഖലകളിലും പ്രകടമാകണം. അത് നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ സാമൂഹിക ജീവിതം, നമ്മുടെ സ്വകാര്യ തലങ്ങൾ, സാമ്പത്തിക തലങ്ങൾ, രാഷ്ട്രീയ തലങ്ങൾ, ഇവിടങ്ങളിലൊക്കെയും ആ തൗബയുടെ പ്രതിഫലനങ്ങൾ വ്യക്തമായി കാണാൻ കഴിയണം, അത് പ്രകടമാകണം എന്നുള്ളതാണ്. ഈ രൂപത്തിൽ തൗബയാകുമ്പോഴാണ് അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ തൗബയായിട്ട് മാറുക. തൗബയുടെ കണ്ടീഷനുകൾ പറയുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു നമുക്കൊക്കെ പരിചയമായ ചില കാര്യങ്ങളിൽ ഒന്ന് ആത്മാർത്ഥമായ ഖേദമാണ്, രണ്ടാമത്തേത് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുനിൽക്കുക, മൂന്നാമത്തേതായി ഇനി ഒരിക്കലും അതിലേക്ക് മടങ്ങുകയില്ലെന്ന ദൃഢപ്രതിജ്ഞയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നാലാമത്തേതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നാലാമത്തത്. ഈ മൂന്ന് ഉപാധികൾ ഒരുപക്ഷെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചേക്കാം, എന്നാൽ ഏറ്റവും പ്രയാസകരമേറിയത് നാലാമത്തെ ഉപാധിയാണ്. അത് മറ്റുള്ളവരുടെ ഹക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ അത് അവരുമായിട്ട് തന്നെ അത് തീർപ്പിലാക്കണം. എങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ നിനക്ക് പാപമോചനം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ കാനത് ലഹു മദ്ലമത്തുൻ ലി അഹദിൻ മിൻ ഇർദിഹി ഔ ഷൈഇൻ. ഒരാളുടെ അഭിമാനം പിച്ചു ചീന്തിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്ന് പിച്ചു ചീന്തി ഒരാളോട് നിങ്ങൾ ദുൽമ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞത് അഭിമാനത്തെയാണ്. ഒരാളുടെ അന്യായമായിട്ട് ഒരാളുടെ അഭിമാനം നിങ്ങൾ മാന്തിയെടുത്തിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ അന്യായമായിട്ട് കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ, കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ, ഫൽയതഹല്ലൽഹു മിൻഹുൽ യൗം, ഇന്ന് തന്നെ നിങ്ങൾ അത് തീർപ്പിലാക്കുക, ഇന്നത്തെ ദിവസം തന്നെ അത് നിങ്ങൾ പരിഹരിക്കുക. മിൻ ഖബല അല്ലാ യകൂന ദീനാറും വലാ ദിർഹം, ഒരു ദിർഹമോ ദീനാറുകളോ സമ്പത്തോ ഒന്നും ആർക്കും ഉപകരിക്കാത്ത ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസം വരുന്നതിന് മുമ്പ് ഇന്ന് തന്നെ നിങ്ങൾ അത് പൂർത്തീകരിക്കുക. കാരണം എന്തുകൊണ്ടാണ്? ആ ദിവസം വന്നു കഴിഞ്ഞാൽ ഇൻകാന ലഹു അമലുൻ സാലിഹുൻ ഉഖിദ മിൻഹു ബിഖദ്രി മദ്ലമതിഹി, അവൻ ചെയ്ത ആ ദുൽമിന്റെ തോതനുസരിച്ച് അവന്റെ നന്മകളിൽ നിന്ന് ഈ ദുൽമിന് ഇരയായ ആൾക്ക് എടുത്ത് നൽകപ്പെടും. വഇൻ ലം തകുൻ ലഹു ഹസനാതുൻ ഉഖിദ മിൻ സയ്യിആതി സാഹിബിഹി ഫഹുമില അലൈഹി, ഇനി നന്മകൾ കഴിഞ്ഞു പോയാൽ അയാളുടെ ആ ദുൽമിന് ഇരയായ ആളുടെ തിന്മയെടുത്ത് ഈ ആൾക്ക് ദുൽമി ചെയ്ത ആളുടെ മേൽ കെട്ടിവെക്കപ്പെടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നുണ്ട്. അപ്പൊ എത്ര ഗൗരവകരമായ ഒരു കാര്യമാണ്. നാളെ പരലോകത്തെത്തുമ്പോൾ ആരും വിട്ടുവീഴ്ച ചെയ്യൂല. സ്വന്തം മാതാപിതാക്കളാണെങ്കിലും മക്കളാണെങ്കിലും യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനു യുഗ്നി. ആരോടും വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു സ്ഥലമാണ് പരലോകം. കാരണം അത്രമാത്രം ആളുകൾ ഓരോ നന്മകൾക്കും വേണ്ടി ദാഹിക്കുന്ന, ആഗ്രഹിക്കുന്ന, കുതിക്കുന്ന ഒരു സമയം. ആരും ഒന്നും കൊടുക്കൂല. അതുകൊണ്ട് തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരാളും നമ്മളോട് വിട്ടുവീഴ്ച ചെയ്തരും നമ്മൾ കരുതരുത്. അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ അത് പരിഹരിക്കാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയുന്നത്. പ്രവാചകൻ പറയുന്ന മറ്റൊരു ഹദീസിൽ സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹു, മൂന്ന് ആളുകളുടെ പ്രാർത്ഥന അല്ലാഹു ഒരിക്കലും തള്ളൂല എന്ന് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഒരു ഭരണാധികാരിയുടെ പ്രാർത്ഥന അല്ലാഹു ഒരിക്കലും തള്ളിക്കളയുകയില്ല. വസ്സായിമു ഹത്താ യഫ്തുർ, നോമ്പുകാരൻ നോമ്പ് മുറിക്കുന്നത് വരെയുള്ള സമയത്തിനിടയിൽ ചെയ്യുന്ന പ്രാർത്ഥന അങ്ങേയറ്റം ശ്രേഷ്ഠകരമായ പ്രാർത്ഥനയാണ്, അത് അല്ലാഹു ഒരിക്കലും തള്ളിക്കളയുകയില്ല. വദഅവതുൽ മദ്ലൂം, അനീതിക്കിരയാക്കപ്പെടുന്ന, ദുൽമ ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ പ്രാർത്ഥന അത് അല്ലാഹു ഒരിക്കലും തള്ളൂല. തുഹ്മലു അലൽ ഗമാം വതുഫ്തഹു ലഹു അബ്വാബുസ് സമാ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ആ മദ്ലൂമിന്റെ പ്രാർത്ഥന അത് മേഘങ്ങൾ വഹിക്കും, അതിനുവേണ്ടി ആകാശ ലോകത്തെ വാതിലുകൾ തുറക്കപ്പെടും. ഫയഖൂലുല്ലാഹ്, എന്നിട്ട് അല്ലാഹു പറയും, വഇസ്സതി വജലാലി, എന്റെ പ്രതാപം തന്നെയാണ് സത്യം, ലഅൻസുറന്നക വലൗ ബഅദു ഹീൻ, അല്പം കഴിഞ്ഞിട്ടാണെങ്കിലും നിന്നെ ഞാൻ തീർച്ചയായും സഹായിക്കുക തന്നെ ചെയ്യും എന്ന് ആ പ്രാർത്ഥിക്കുന്ന മദ്ലൂമായ ദുൽമിനിരയായ ആളോട് അള്ളാഹു പറയും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരോടെങ്കിലും അന്യായം ചെയ്തിട്ട്, അത് സാമ്പത്തികമാകാം, അത് അവരുടെ അഭിമാനം പിച്ചു ചെയ്തിട്ടാകാം, അത് ഏത് തലത്തിലും ആകാം, അങ്ങനെ നമ്മൾ ദുൽമ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇവിടെ വെച്ച് തന്നെ നമ്മൾ അത് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. ദുൽമിനിരയായ ആളുകൾക്ക് 3 രൂപത്തിലുള്ള പരിഹാര നടപടികളാണ് ഖുർആൻ ഇസ്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ആ ലാലിമിനെതിരെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞു, അവരുടെ പ്രാർത്ഥന ലൈസ ബൈനഹു വ
വബൈനല്ലാഹി ഹിജാബ് എന്ന മറ്റൊരു ഹദീസിലെ പ്രവാചകൻ പറയുന്നുണ്ട്. ദുൽമിനിരയായ ആളുടെ പ്രാർത്ഥനയും അള്ളാഹുവിനുമിടയിൽ യാതൊരു മറയുമില്ല. അത് നേരിട്ട് അള്ളാഹു ഉടനെ സ്വീകരിക്കും, അതിന് ഉത്തരം നൽകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദുൽമിനിരയായ ഒരാളുടെ പ്രാർത്ഥനയെ നമ്മൾ ഭയക്കണം. ഇത്തഖു ദഅവത്തൽ മദ്ലൂം, മദ്ലൂമിന്റെ പ്രാർത്ഥന നിങ്ങൾ പേടിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ട് നമ്മളോട് ആരെങ്കിലും ദുൽമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരവസരം റസൂൽ ദീന് കൊടുക്കുന്നത് ദുൽമ ചെയ്ത ആൾക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കാൻ പറ്റും. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്ര സംഭവമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഗവർണറായി, കൂഫയുടെ ഗവർണറായി നിയോഗിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ കൂഫയുടെ ഗവർണറായി നിയോഗിക്കപ്പെട്ടപ്പോൾ ഒരുപാട് ആളുകൾ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ട് ഭയങ്കര മോശമായ കംപ്ലൈന്റുകൾ, പരാതികൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് മാറ്റുകയും അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ അവിടെ പകരം ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചു. കാരണം വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. എത്രത്തോളം എന്നാൽ അദ്ദേഹം നന്നായിട്ട് നിസ്കരിക്കുക പോലും ഇല്ല എന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു തന്നെയാണ് സത്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ എനിക്ക് നിസ്കാരം പഠിപ്പിച്ചത് അതുപോലുള്ള നിസ്കാരമാണ് ഞാൻ നിസ്കരിച്ചത്. പക്ഷെ അവർക്കത് പറ്റുമായിരുന്നില്ല. കാരണം ഞാൻ ഇശാഇന്റെ ആദ്യത്തെ 2 റക്അത്ത് ദീർഘിപ്പിക്കുകയും രണ്ടാമത്തെ 2 റക്അത്ത് ചുരുക്കുകയും ചെയ്യും. ഇത് റസൂൽ എനിക്ക് പഠിപ്പിച്ചെന്നാണ്. പക്ഷെ അവിടുത്തെ ആളുകൾക്ക് അറിയാത്തത് കൊണ്ട് അവർ പറയാണ്, ഇതെന്താണ് ഇയാൾ ഇഷ്ടമുള്ളതുപോലെ നിസ്കരിക്കാണോ, എല്ലാം ഒരുപോലെ ആക്കുന്നില്ല. ഇങ്ങനെ പല പരാതികളാണ് അവർക്ക്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നതിനൊക്കെ നിരാകരിക്കുന്നു എന്ന് പറഞ്ഞു. ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഒരു അന്വേഷണ സംഘത്തെ കൂഫയിലേക്ക് അയക്കാണ്. അവർ കൂഫയിലെ ഓരോ പള്ളികളും കയറി ഇറങ്ങി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ടുള്ള പരാതികൾ അല്ലെങ്കിൽ അഭിപ്രായം ആരാഞ്ഞുകൊണ്ടേയിരുന്നു. അവർ പറയാണ്, എല്ലാ ആളുകൾക്കും നന്മ മാത്രമേ പറയാനുള്ളൂ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം മാത്രം. ഒരു പള്ളി മാത്രം എത്തിയപ്പോൾ അവിടെയുള്ള ആളുകള്, അവിടെയുള്ള ഒരു വ്യക്തി എണീറ്റുകൊണ്ട് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി വളരെ മോശമായിട്ട് പറഞ്ഞു. അപ്പൊ ഈ ഒരു വ്യക്തിയിൽ നിന്നാണ് സത്യത്തിൽ ഇദ്ദേഹത്തെ പറ്റിയുള്ള ഈ പരാതികൾ ഇങ്ങനെ വീർപ്പിച്ച ആളുകളിലേക്കൊക്കെ എത്തിയത്. ഈ വ്യക്തി വളരെ മോശമായിട്ട് അദ്ദേഹത്തെ പറ്റി പറഞ്ഞു, നിസ്കരിക്കൂല, അതല്ലെങ്കിൽ ആ അർത്ഥത്തിൽ യുദ്ധത്തിന് അദ്ദേഹം കൃത്യമായിട്ട് വരും, അദ്ദേഹം ഇറങ്ങി പുറപ്പെടുകയില്ല, പാവങ്ങളായ ആളുകൾ അയക്കുകയാണ് വെച്ച് ഇങ്ങനെ പല പരാതികൾ. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോ പറഞ്ഞു, അതിഗുരുതരമായ കാര്യമാണല്ലോ അദ്ദേഹത്തിനെതിരെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ 3 പ്രാർത്ഥന അയാൾക്കെതിരെ പ്രാർത്ഥിക്കാൻ പോവാണ്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവെ, നിന്റെ ഈ അബ്ദ് പറഞ്ഞത് കളവാണെങ്കിൽ അദ്ദേഹത്തിന് നീ ദീർഘായുസ് കൊടുക്കണം, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഫഖ്റും കൊടുക്കണം, ദാരിദ്ര്യം കൊടുക്കണം, അദ്ദേഹത്തിന്റെ കൺമുന്നിൽ നീ ഫിത്നകൾ ഇട്ട് കൊടുക്കണം. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് പിന്നെ റാവികൾ പറയുന്നുണ്ട്, ഈ ആള് ഷെയ്ഖുൻ കബീറുൻ മഫ്തൂനുൻ, ഫിത്ന ബാധിച്ച ഒരു പടുവൃദ്ധനായിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു ഈ തെരുവുകളിലൂടെ. എത്രത്തോളം എന്നാൽ അദ്ദേഹത്തിന്റെ പുരികങ്ങൾ കണ്ണിനകത്തേക്ക് പ്രവേശിച്ചു. അത്രമാത്രം വാർദ്ധക്യത്തിലേക്ക് അദ്ദേഹം എത്തി. എന്നിട്ട് പോലും അദ്ദേഹം വളരെ മോശപ്പെട്ട പ്രവൃത്തിയായിട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. കാരണം അദ്ദേഹത്തിന് അത് സ്വയം പറഞ്ഞു, സഅദിന്റെ പ്രാർത്ഥനയാണ് എന്നെ ഈ രൂപത്തിലാക്കിയത് എന്ന മനുഷ്യൻ പറയായിരുന്നു. അപ്പൊ നമ്മളും ഭയപ്പെടണം. പ്രത്യേകിച്ച് സാലിഹ്യങ്ങളായ നന്മകളുള്ള ആളുകൾക്കെതിരെ നമ്മൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, അവരെ പറ്റി മോശം പറയുമ്പോൾ, അവരുടെ അഭിമാനത്തെ നമ്മൾ പിച്ച് ചെയ്യുമ്പോൾ, അവരെങ്ങാനും അറിഞ്ഞുകൊണ്ട് ഇതിനെതിരിൽ അവരുടെ ഹൃദയത്തിൽ നിന്ന് വല്ല തേങ്ങലും വന്നു പോയാൽ, വല്ല പ്രാർത്ഥനയും വന്നു പോയാൽ, അതോടുകൂടി നമ്മുടെ ജീവിതം നശിച്ചു പോകും. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം നമ്മൾ പഠിപ്പിച്ചതാണ്, സഹാബാക്കളുടെ ജീവിതത്തിലൂടെ നമ്മൾ കണ്ടതാണ്. മറ്റൊരു അവസരം എന്നുള്ളത് പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ്. അതും പ്രവാചകൻ തന്നെ പറഞ്ഞിരുന്നു. ചില ആളുകൾ പാപ്പരായിരിക്കും പരലോകത്തെത്തുമ്പോൾ. കാരണം ഒരുപാട് നോമ്പും ഖിയാമുല്ലയിലും പ്രാർത്ഥനകളും അമലുകളൊക്കെ ആയിട്ട് സേവനങ്ങളൊക്കെ ആയിട്ട് വരും. പക്ഷെ അവിടെ എത്തുമ്പോഴേക്ക് അതൊക്കെ വീതിച്ചു കൊടുക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. വീതിച്ചു കൊടുത്തതും പോരാ, അവരുടെ തിന്മകളും സ്വയം ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെയുള്ള പാപ്പരായിട്ട് നിങ്ങൾ മാറരുത് എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നുണ്ട്. പക്ഷെ മൂന്നാമത്തെ ഒരു അവസരമുണ്ട്, അതിനെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. ആളുകൾക്ക് പുറത്തു കൊടുക്കുക എന്നുള്ളതാണ്. ആളുകൾക്ക് പുറത്തു കൊടുക്കുക, പരലോകത്തേക്ക് മാറ്റിവെക്കേണ്ടതില്ല, അവർക്കെതിരെ പ്രാർത്ഥിക്കേണ്ടതുമില്ല, അവർക്ക് നമുക്ക് പുറത്തു കൊടുക്കാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തു മിസ്ലുഹാ, ശരിയാണ്, നിങ്ങളോട് ആരെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അതിന് തത്തുല്യമായി നിങ്ങൾക്കെതിരിൽ പ്രതികാരം സ്വീകരിക്കാം. എന്നാൽ ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്, ആരെങ്കിലും അവിടെ അഫ്വു മുറുകെ പിടിക്കാൻ തയ്യാറാവാണെങ്കിൽ, ഞാനിതാ എന്നോട് ദുൽമ ചെയ്ത, എന്നെപ്പറ്റി ഗീബത്ത് പറഞ്ഞ, എന്നെപ്പറ്റി നമീമത്ത് പറഞ്ഞ ആളുകൾക്കൊക്കെയും പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറയാൻ ഒരാൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഗുണം അയാളുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഹൃദയത്തിന് സ്വസ്ഥതയും ലഭിക്കും. രണ്ടാമത്തത് അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രതിഫലം ഏറ്റെടുക്കുകയാണ്. ഫഅജ്റുഹു അലല്ലാഹ്, അയാൾക്കുള്ള പ്രതിഫലം ഞാൻ കൊടുക്കുമെന്ന് അള്ളാഹു പറയാണ്. മറ്റൊരു കാര്യം, അതിലൂടെ അള്ളാഹുവിന്റെ അഫ്വു ലഭിക്കാൻ കാരണമാകും. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, ആളുകൾക്കൊക്കെ എനിക്ക് ആളുകളൊക്കെ പുറത്തു തരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളോട് ദുൽമ ചെയ്ത ആളുകൾക്കൊക്കെ നമ്മൾ പുറത്തു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നാം ഇരയായ, നമ്മുടെ ദുൽമിനിരയായ ആളുകൾ ഒരുപക്ഷെ നമുക്ക് പുറത്തു കൊടുക്കേക്കാം, അള്ളാഹു പുറത്തു തന്നേക്കും. അള്ളാഹു ചോദിക്കുന്നുണ്ട്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്.
പറയുന്നത്. അതുകൊണ്ട് ഈ അവസാനത്തെ പത്തിൽ അഫ്വിന്റെ, പാപമോചനത്തിന്റെ, അള്ളാഹുവിന്റെ വിട്ടുവീഴ്ച നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മൾ മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. അങ്ങനെയെങ്കിൽ അള്ളാഹുവിന്റെ വിട്ടുവീഴ്ചക്ക് നാമും അർഹരായി മാറും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ വിശുദ്ധ റമദാനിനെ ജീവിതം മുഴുവൻ, വിശുദ്ധ റമദാനിലൂടെ ലഭിക്കുന്ന ആ ഗുണങ്ങളെ ജീവിതം മുഴുവൻ നിലനിർത്തുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.